ഹായ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മളെല്ലാവരും വിൻഡോസ് ആണെങ്കിലും ലിനക്സ് ആണെങ്കിലും മാക് ആണെങ്കിലും എല്ലാവരും പോസ്റ്റേഴ്സ് SQL ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ വിൻഡോസിലും മാക്കിലും ലിനക്സിലും എങ്ങനെയാണ് പോസ്റ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും പോസ്റ്റ്ഗ്രസ് SQL യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ്ഗ്രസ് SQL നമ്മളെങ്ങനെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലെങ്ങനെ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നത്, ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം നമുക്ക് ആ SQL ഷെല്ല് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ എടുക്കുക, അതിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക SQL ഷെൽ എന്നുള്ളത്. അപ്പം കൂടെ കാണാൻ പറ്റും SQL ഷെൽ ബ്രാക്കറ്റിൽ ഒരു PSQL എന്നുള്ളത്, അത് പോസ്റ്റ്ഗ്രസ് SQL ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സർവർ ലൊക്കേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. പോർട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കൊടുത്ത 5432 എന്നുള്ളൊരു പോർട്ടലാണ് ഇപ്പോൾ നിൽക്കുന്നത്. യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ പോസ്റ്റ്ഗ്രസ് എന്നുള്ള ഡാറ്റാബേസിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോസ്റ്റ്ഗ്രസ് എന്നുള്ളൊരു ഡാറ്റാബേസിലാണ്. അപ്പോൾ നമുക്ക് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ കമാൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ഡാറ്റാബേസിന് നെയിം അടിക്കുക. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒരു ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, സ്റ്റുഡൻറ്റ്, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു ക്രിയേറ്റ് ഡാറ്റാബേസ് ഒരു ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PSQL ഏതൊരു ക്വറി എഴുതുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ എൻഡിൽ ഒരു സെമികോളൻ കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ സെമികോളൻ ഇടാൻ മറന്നിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിൽ നമ്മൾ സെമികോളൻ കൊടുക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആ ഡാറ്റാബേസിൻ്റെ അകത്തോട്ട് കയറുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞ ഡാറ്റാബേസിൻ്റെ അകത്താണ്. പക്ഷെ നമുക്ക് ഇനി ഈ സ്റ്റുഡൻറ്റ്, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള ഡാറ്റാബേസിൻ്റെ അകത്തോട്ട് കയറണം. അപ്പോൾ അതിനൊരു ക്വറി ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഈ SQL വേറെ ഏതൊക്കെ ഡാറ്റാബേസസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ നിലവിൽ ഏതൊക്കെ ഡാറ്റാബേസസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് /L എന്ന് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ SQL ഉള്ള എല്ലാ ഡാറ്റാബേസും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള ഡാറ്റാബേസ് ഇവിടെ ഉണ്ട്, അല്ലാത്ത പ്യൂപ്പിൾ എന്നുള്ള ഡാറ്റാബേസും എല്ലാം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഡാറ്റാബേസിനെ എല്ലാം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് /L എന്ന് കൊടുക്കുക. അപ്പോൾ SQL എല്ലാ ഡാറ്റാബേസും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞ ഒരു ഡാറ്റാബേസിൻ്റെ അകത്താണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റാബേസിൻ്റെ അകത്തോട്ട് പോകണം. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് /C നമ്മുടെ ഡാറ്റാബേസിൻ്റെ നെയിം കൊടുക്കുക, സ്റ്റുഡൻറ്റ്, സെമികോളൻ കൊടുക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പോസ്റ്റ്ഗ്രസ് എന്ന് ചേഞ്ച് ആയിട്ട് നമുക്കിവിടെ സ്റ്റുഡൻറ്റ് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഡാറ്റാബേസിൻ്റെ അകത്താണ്. ഇനി ഇവിടെ നമ്മൾ ഡാറ്റാസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. SQL ഡാറ്റാബേസിൽ എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്യുന്ന ഒരു ടേബിൾ ഫോമിലാണ്, ഒരു ടാബുലർ ഫോമിലാണ് എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ ടേബിളിന് റോസ് ഉണ്ടായിരിക്കും, കോളംസ് ഉണ്ടായിരിക്കും. നമ്മൾ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു റോ ആയിട്ടായിരിക്കും നമ്മൾ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു കോളം നെയിം ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കാം നമുക്കിനി എങ്ങനെയാണ് ഒരു ഡാറ്റാബേസിൻ്റെ അകത്ത് ഒരു ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ടേബിൾ, ഇനി ടേബിൾ നെയിം എന്താണെന്ന് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ടേബിളിൻ്റെ പേര് ഒരു ക്ലാസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ടേബിളിന് ക്രിയേറ്റ് ടേബിൾ, ആ ടേബിളിന് ടേബിൾ നെയിം കൊടുത്തു, ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൽ ഏതൊക്കെ കോളംസ് വേണമെന്ന് കൊടുക്കണം. അപ്പോൾ എന്തായാലും എല്ലാ ടേബിളും നമുക്കൊരു ID ഉണ്ടാവും. അപ്പോൾ IDക്ക് നമ്മളൊരു ഇപ്പോൾ നമ്മൾ കോളം നെയിം കൊടുക്കുമ്പോൾ കോളം നെയിം പിന്നെ അതിന് ഡാറ്റ ടൈപ്പും കൂടെ കൊടുക്കണം. ഈ PostgreSQL നമുക്ക് കുറേ ഡാറ്റ ടൈപ്സ് ഉണ്ട്. വാർക്കാർ, ഇപ്പോൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ വാർക്കാർ എടുക്കും, ഇൻറ്റിജർ നമ്പറാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇൻറ്റിജർ എന്നുള്ളൊരു സാധനം എടുക്കും. ഇപ്പോൾ നമ്മളൊരു സീരിയലായിട്ട്, ഇപ്പോൾ IDs ഒക്കെ നമുക്ക് സീരിയലായിട്ടല്ല പോകുന്നത്, 1 2 3 4 അങ്ങനെയല്ല പോകുന്നത്. അപ്പോൾ നമുക്ക് സീരിയൽ ഉണ്ട്, അതിനേക്കാളും കുറച്ചും കൂടി ഡാറ്റ ടൈപ്സ് അല്ല ബിറ്റ് വൈസ് കൂടിയാണ് ബിഗ് സീരിയൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഈ PostgreSQL ഡാറ്റാബേസിൻ്റെ അകത്ത് വരുന്ന ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കുക. നമുക്ക് ബേസിക് എടുത്തിട്ട് ഡാറ്റ ടൈപ്സാണ് വരുന്നത്.
ഐ ഡിക്ക് നമുക്ക് ബിഗ് സീരിയൽ എന്ന് കൊടുക്കാം. അതേപോലെ ഐ ഡി നമുക്ക് എപ്പോഴും പ്രൈമറി കീ ആയിരിക്കും. ഓക്കെ, ഒരു പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കീ അല്ലെങ്കിൽ ഒരു ഐ ഡി എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും, അതിൽ റിപ്പീറ്റേഷൻസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഡാറ്റാസൊക്കെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. ഒരുവിധം എല്ലാ ടേബിൾസിൻ്റെയും ഐ ഡീസ് ആയിരിക്കും അതിൻ്റെ പ്രൈമറി കീ ആയിട്ട് ഉണ്ടാവുക. അതുപോലെ അടുത്ത് നമുക്കൊരു ഇപ്പോൾ ക്ലാസ് എന്നുള്ള ഡാറ്റാബേസ് ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനൊരു ഐ ഡി ഉണ്ട്. നമുക്കൊരു നെയിം എന്നൊരു കോളം കൂടി ക്രിയേറ്റ് ചെയ്യാം. അതിന് ഡാറ്റ ടൈപ്പ് നമുക്ക് വാർക്കാർ എന്ന് കൊടുക്കാം. വാർക്കാറിനൊരു സൈസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് കോളത്തിന് നെയിം എന്നൊരു പേര് കൊടുത്തു, അതിന് ഡാറ്റ ടൈപ്പും വാർക്കാർ എന്ന് കൊടുത്തു. ആ വാർക്കാറിന് ഒരു സൈസും കൊടുത്തു. ഒരു 50 ക്യാരക്ടേഴ്സ് ഒരു സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ വാർക്കാറിന് ഒരു 50 എന്നൊരു ക്യാരക്ടർ കൊടുത്തു. ഓക്കെ, നമ്മൾ വാർക്കാറിന് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നോട്ട് നൾ എന്നും കൂടെ കൊടുക്കുകയാണ്. അതായത് ആ ഒരു കോളം ഒരിക്കലും അല്ലെങ്കിൽ ആ ഒരു സെല്ല് ഒരിക്കലും നള്ളായിട്ടിരിക്കരുത് എന്നുള്ള രീതിക്ക് അവിടെ എന്തായാലും ഡാറ്റ വേണമെന്ന രീതിക്ക് നമ്മൾ കൊടുക്കുകയാണ്. നോട്ട് നൾ എന്നും കൂടെ കൊടുത്തു. ഇതിനടുത്ത് നമുക്ക് ഒരു കോളം കൂടെ ക്രിയേറ്റ് ചെയ്യാം. അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു കോളം കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഡാറ്റ ടൈപ്പ് വാർക്കാർ എന്ന് കൊടുക്കാം. 50 ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് എൻ്റർ അടിച്ച് നോക്കാം. ഓക്കെ, ഇതിലൊരു മിസ്റ്റേക്ക് എന്താ വന്നിട്ടില്ലെന്ന് വെച്ചാൽ നമ്മൾ ഈ വാർക്കാർ നോട്ട് നൾ എന്ന് കഴിഞ്ഞിട്ട് കോമയാണ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ കൊടുത്തത് ഡോട്ടായി പോയി. ഇപ്പോൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊന്ന് എൻ്റർ അടിച്ച് നോക്കാം ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ വേറെ മിസ്റ്റേക്സ് ഒന്നുമില്ല. ഇപ്പോൾ ക്രിയേറ്റ് ടേബിൾ നമ്മൾ കാണിക്കുന്നുണ്ട്, ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ടേബിൾ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ സെലക്ട്, ഇപ്പോൾ ടേബിൾ ഡാറ്റാസ് ഉണ്ടാവില്ല, നമുക്ക് ടേബിൾ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ആ ടേബിൾ നെയിം കൊടുക്കുക. അപ്പോൾ നമ്മൾ ടേബിൾ നെയിം എന്തായിരുന്നു? ക്ലാസ്. അപ്പോൾ ആ ക്ലാസ് എന്നുള്ള ആ ടേബിൾ നെയിം കൊടുക്കുക, സെമിക്കോളം കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 0 റോസ് 3 കോളംസ് കാണാൻ പറ്റും. ഐ ഡി, നെയിം, അഡ്രസ്സ് കൊണ്ട് 3 കോളംസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ടേബിളിലോട്ട് ഡാറ്റാസ് എൻ്റർ ചെയ്യാം. പിന്നെ ആ ടേബിളിലോട്ട് ഡാറ്റ എൻ്റർ ചെയ്യാൻ നമുക്ക് ഇൻസേർട്ട് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 രീതിയിൽ നമുക്ക് ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. ഒന്ന് നമുക്ക് ഇൻസേർട്ട് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടേബിൾ നെയിം കൊടുക്കാം ക്ലാസ്. ഏത് ടേബിളിലേക്കാണ് ഡാറ്റ ഇൻസേർട്ട് എന്ന് മെൻഷൻ ചെയ്യാം. ക്ലാസ്സിന് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആ കോളം നെയിംസ് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഐ ഡി എന്ന് പറഞ്ഞ സാധനം നമ്മൾ കൊടുക്കണം എന്നില്ല, കാരണം ഐ ഡി നമ്മൾ ബിഗ് സീരിയലും പ്രൈമറിക്കായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി 1 2 3 4 5 6 എന്നുള്ള ഒരു സീരിയൽ ഓർഡറിൽ വന്നോളൂ. അപ്പോൾ ഐ ഡി നമുക്ക് കൊടുക്കണം എന്നില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നെയിം എന്ന് കൊടുക്കുകയാണ്, നെയിം. അതുപോലെ നെക്സ്റ്റ് നമ്മളെ കോളത്തിൻ്റെ പേരെന്താണ്? അഡ്രസ്സ് എന്നും കൊടുത്തു. ഓക്കെ, നമ്മൾ കോളത്തിലോട്ട് ആ ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ 2 കോളം നെയിമും കൊടുത്തു, നെയിം അഡ്രസ്സുള്ള കോളം നെയിം കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ അകത്തോട്ട് വാല്യൂസ് എൻ്റർ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് വാല്യൂസ് എന്ന് കൊടുത്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്, ജസ്റ്റ് നിയാസ് എന്ന് കൊടുത്തു. അടുത്ത നമ്മൾ അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊച്ചി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, കൊച്ചി എന്ന് കൊടുത്തു, സെമിക്കോളം കൊടുത്തു, എൻ്റർ അടിക്കുകയാണ്. ഇപ്പോൾ ഇൻസേർട്ട് 0 1 എന്ന് വേണ്ട. അപ്പോൾ ഒരു റോ നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡാറ്റാസ് പ്രോപ്പർട്ടി ഇൻസേർട്ട് ആയിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടേബിൾ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ആ ടേബിൾ നെയിം കൊടുക്കുക ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നിയാസ് കൊച്ചി എന്നുള്ളത് ആ ടേബിളിലോട്ട് പ്രോപ്പർട്ടി ഇൻസേർട്ട് ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു മെത്തേഡ്, ഇപ്പോൾ നമ്മൾ 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തത് ഇൻസേർട്ട് ഇൻറ്റു ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതേപോലെ നമ്മൾ കോളം നെയിംസ് ഇവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വാല്യൂസ് കൊടുത്തു. ഇപ്പം ഇങ്ങനെയും കൊടുക്കാം. അതല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു കോളം നെയിംസിന് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലോ, ഐ ഡി, നെയിം, അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോളം നെയിം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻസേർട്ട്, നമ്മളെല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഇൻസേർട്ട് ഇൻറ്റുകൊണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിതിന് മുമ്പ് എഴുതിയ കൊറീസ് കിട്ടാൻ നമ്മളെ കീബോർഡിൽ ആ അപ്പാരോ ക്ലിക്ക് ചെയ്തതിന് നമ്മളിതിന് മുമ്പ് കൊടുത്ത എല്ലാ കൊറീസും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ഇൻറ്റു ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കോളം നെയിംസ് ഒഴിവാക്കാം. ഇൻസേർട്ട് ഇൻറ്റു ക്ലാസ് നെയിം, അതുപോലെ വാല്യൂസ്.
ഇപ്പോൾ നമ്മൾ നിയാസ് കൊച്ചി എന്നാണ് കൊടുത്തുള്ള. അപ്പോൾ ഈ ഡാറ്റ മാറ്റിയിട്ട് നമുക്ക് ഒരു വേറൊരു നെയിം കൊടുക്കാം. അപ്പോൾ നമുക്ക് വിനയ് എന്ന് കൊടുക്കാം. അതുപോലെ പ്ലേസ് നമുക്ക് കൊച്ചി തന്നെ കൊടുക്കാം. നമുക്ക് എൻട്രി നോക്കാം ഡാറ്റ ഇൻസേർട്ട് ആവോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു എറർ കാണിക്കുന്നുണ്ട്, ഇൻവാലിഡ് ഇൻപുട്ട് സിൻടാക്സ് എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോളം നെയിംസിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ട്. നമ്മൾ കോളം നെയിം കൊടുത്തൊരു ഓർഡർ ഉണ്ട്, ID നെയിം അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഓർഡറിലല്ല നമ്മൾ തെറ്റിച്ചാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് അഡ്രസ്സ് കൊടുക്കണം, പിന്നെ നെയിം കൊടുക്കണം. ആ ഒരു കേസിലൊക്കെ നമുക്ക് ഫസ്റ്റ് കൊടുത്ത മെത്തേഡ്, അതായത് കോളം നെയിംസ് ആദ്യം മെൻഷൻ ചെയ്യുക, എന്നിട്ട് ആ മെൻഷൻ ചെയ്ത ഓർഡറിൽ നമുക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കോളം നെയിംസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് 3 കോളംസ് ഉണ്ട്, നമ്മൾ 2 വാല്യൂ കൊടുത്തോളൂ. അതാണ് ഈ എറർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ID കൂടെ മെൻഷൻ ചെയ്ത് കൊടുത്തു നോക്കാം. ഇപ്പോൾ 2 എന്ന് കൊടുക്കുകയാണ്, 2 എന്ന് കൊടുത്തു, കോമ. അപ്പോൾ നമ്മളൊരു വാല്യൂ കൂടെ 2 എന്ന് കൊടുത്തു, ID കൂടെ കൊടുത്തു. ഇനി നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം ഡാറ്റ ഇൻസേർട്ട് ആവുന്നുള്ളത്. ഇപ്പോൾ കാണാം പ്രോപ്പറായിട്ട് ആ ഡാറ്റ ആ ടേബിളോട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ ടേബിൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. എല്ലാ ഡാറ്റാസും അതിൽ 2 ഡാറ്റാസും നമുക്ക് അതിൽ ഇൻസേർട്ട് ആയിട്ടുണ്ടോ നോക്കാം. ദിസ് സെലക്ട് സ്റ്റാർ ഫ്രം ക്ലാസ്. ആ അപ്പാരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ടൈപ്പ് ചെയ്ത എല്ലാ ക്വറീസ് നമുക്ക് കിട്ടും. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ആ ക്വറി എടുക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റും 2 ഡാറ്റാസ് ഉണ്ട്, നിയാസ് കൊച്ചി എന്നുള്ളതും രണ്ടാമത്തേൽ വിനയ് കൊച്ചി എന്നുള്ള 2 ഡാറ്റാസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളെ ടേബിളിലോട്ട് പുതിയൊരു ഡാറ്റാസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കുറച്ച് ഒരു 3-4-5 ഡാറ്റാസ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമുക്ക് ആദ്യം ആപ്പാരോ അടിച്ചിട്ട് ആ ഇൻസേർട്ട് ഇൻറ്റു എന്നുള്ള സാധനം എടുക്കുക. നമുക്ക് ആ ഇൻസേർട്ട് ഇൻറ്റു എന്നുള്ള എടുത്തിട്ട് നമ്മൾ ഓരോന്നും ആ ഡാറ്റാസ് മാത്രം മാറ്റി കൊടുക്കുക. 3 അടുത്തൊരു പേര് നമുക്ക് ചിന്മയ് എന്ന് കൊടുക്കാം. സ്പേസ് നമുക്ക് കൊല്ലം. അതുപോലെ അടുത്തൊന്നും കൂടെ കൊടുക്കാം. ഫോർ അഫ്സൽ എന്ന് കൊടുക്കാം. പ്ലേസ് നമുക്ക് പാലക്കാട് എന്ന് കൊടുക്കാം. അടുത്ത ഒരെണ്ണം കൂടെ നമുക്ക് കൊടുക്കാം. 5 നെയിം നമുക്ക് ജോസ്ന എന്ന് കൊടുക്കാം. പ്ലേസ് കണ്ണൂർ. ഓക്കെ, എൻ്റർ ചെയ്യാം. അപ്പോൾ ഒരു 5 ഡാറ്റാസ് നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എല്ലാ ഡാറ്റാസും പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത്. ജസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം ആ ടേബിൾ നെയിം കൊടുക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മൾ ആ ടേബിളിലുള്ള 5 ഡാറ്റാസും നമുക്ക് പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് ആ ഡാറ്റാസ് ഇൻസേർട്ട് ആയിട്ടുണ്ട് ടേബിളിൻ്റെ അകത്തോട്ട്. ഇപ്പോൾ നമുക്ക് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നെയിം എന്നുള്ള കോളം ഒരു അസെൻഡിങ് ഓർഡറിൽ നമുക്ക് പ്രിൻ്റ് ആവണം. അപ്പോൾ അതിന് നമുക്ക് ഈ SQL ഒരു ക്ലോസ് ഉണ്ട്, ഓർഡേർഡ് ബൈ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. അപ്പോൾ ഓർഡർ ബൈ എന്ന് കൊടുക്കുമ്പോൾ ആ കോളം ഒരു അസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ടായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം നമ്മുടെ ടേബിൾ നെയിം കൊടുക്കുക, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം കൊടുക്കുക, എന്നിട്ട് ഓർഡർ ബൈ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഏത് കോളത്തിനെയാണോ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് കാണിക്കേണ്ടത് ആ കോളം നെയിം കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് നെയിമിനാണ് അങ്ങനെ കാണിക്കേണ്ടത്. ജസ്റ്റ് ആ കോളം നെയിം കൊടുക്കുക, സെമി കോളം കൊടുക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ നെയിം എന്നുള്ളത് കറക്റ്റ് പ്രോപ്പർ അസെൻഡിങ് ഓർഡറിൽ ആയിട്ടുണ്ട്. ഒരു ആൽഫബറ്റിക് ഓർഡർ നമുക്ക് കാണാൻ പറ്റും. ACJNV എന്നുള്ള ഒരു ഓർഡറിൽ നമുക്ക് ഈ നെയിം എന്നുള്ള കോളം കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് അഡ്രസ്സിന് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ അപ്പാരോ അടിച്ചിട്ട് ആ മുമ്പടിച്ച കൊറി എടുക്കുക, എന്നിട്ട് ആ നെയിമിന് പകരം നമ്മുടെ അഡ്രസ്സ് എന്നുള്ള കോളം നെയിം ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പോൾ നമ്മുടെ ആ അഡ്രസ്സ് എന്നുള്ള കോളം പ്രോപ്പർ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഓർഡർ ബൈ എന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കിത് കാണുന്നത് ഒരു അസെൻഡിങ് ഓർഡറിലാണ്. ഇപ്പം നമുക്കിതിന് ഡിസെൻഡിങ് ആക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിനും ഈ ഓർഡർ ബൈ എന്നുള്ള ക്ലോസ് തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം നെയിം കഴിഞ്ഞിട്ട് DESC അതായത് ഡിസെൻഡിങ് ഓർഡർ എന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് എൻ്റർ ചെയ്ത് നോക്കുക. അപ്പോൾ ആ അഡ്രസ്സ് എന്നുള്ളത് ഇപ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാണ് ഇപ്പോൾ സോർട്ട് ആയിട്ടുണ്ടാവുക.
അതേപോലെ ഡിസെൻഡിങ് ഓർഡർ നമുക്ക് നെയിമിനും സോർട്ട് ചെയ്യാം. ആ അഡ്രസ്സ് മാറ്റിയിട്ട് ജസ്റ്റ് നെയിം എന്ന് കൊടുത്താൽ മതി. നമുക്ക് ആ നെയിമിനെയും ഡിസെൻഡിങ് ഓർഡർ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ നെയിം എന്നുള്ളതിനും അഡ്രസ്സ് എന്നുള്ളതിനും നമ്മളിപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ എങ്ങനെ സോർട്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാൻ നോക്കി. ഇപ്പം നമ്മൾ എനിക്ക് വേണ്ടത് ജസ്റ്റ് ഈ ഫ്രണ്ടിലെ 2 എണ്ണം, അത് ഫസ്റ്റ് 2 റോസ് മാത്രം, ഈ 1ഉം 2ഉം അത് മാത്രം നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ടേബിളിൽ നിന്ന് ആ ഫസ്റ്റ് 2 റോസിനെ മാത്രം നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ നോക്കണം. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം നമ്മുടെ ടേബിൾ നെയിം കൊടുക്കുക, ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത്, ലിമിറ്റ് 2 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ടേബിളിൻ്റെ അകത്തുള്ള ഫസ്റ്റ് 2 റോ മാത്രം പ്രിൻറ്റ് ചെയ്താൽ മതി വിചാരിക്കുക. അപ്പോൾ 2 റോ മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ആ കേസിൽ നമുക്ക് ഇതേപോലെ സെലക്ട് സ്റ്റാർ ഫ്രം നമ്മുടെ ടേബിൾ നെയിം കൊടുത്തിട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. അവിടെ നമുക്ക് എത്ര റോസ് വേണമെന്നുള്ളത് കൊടുക്കാം. ഇപ്പോൾ 2 എന്ന് കൊടുത്തിട്ട് പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 2 പ്രിൻറ്റ് ചെയ്ത് കാണിച്ച്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ലിമിറ്റ് എന്നുള്ള ക്ലോസ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റിലെ 2 പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. അതായത് ഫസ്റ്റ് 2 മാത്രം നമുക്ക് എടുത്ത് കാണിച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് 2 സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ആ 2 റോ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത പോലെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് എത്ര റോസിനെയാണ് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടത് അത്രയും കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഫസ്റ്റിലെ 2 റോ നമുക്ക് സ്കിപ്പ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇപ്പം നമുക്ക് ഇനി ഈ ടേബിളിലുള്ള എല്ലാ ഡാറ്റാസും വേണ്ടാന്ന് വിചാരിക്കുക. ഇപ്പം എനിക്ക് കൊച്ചിയിലുള്ള ആൾക്കാരുടെ ഡാറ്റാസ് മാത്രം വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മളെങ്ങനെ എടുക്കുക ഈ ഡാറ്റാ ബേസിൻ്റെ അകത്തുനിന്ന്? അത് നമുക്ക് ചെയ്യണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം കൊടുക്കുക, ക്ലാസ്. ഈ ടേബിളിലുള്ള എല്ലാ ഡാറ്റാസിനെയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഈ സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിൾ ടോട്ടലി എടുക്കും. അതിന് നമ്മൾ സ്റ്റാർ കൊടുക്കുന്നത്. സെലക്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണത്തിന് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സെലക്ട് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിൾ മൊത്തം എടുക്കും. അതിൻ്റെ അകത്ത് മൊത്തം സോർട്ട് നമുക്ക് തരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ കൊച്ചി എന്നുള്ള അഡ്രസ്സ്, കൊച്ചി എന്നുള്ള ഡാറ്റാസ് മാത്രം കിട്ടണം. അപ്പോൾ അത് നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ക്ലാസ്, നമുക്ക് വേർ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. വേർ അഡ്രസ് ഈക്വൽ ടു നമുക്ക് കൊച്ചി എന്നുള്ളത് വേണ്ട. അപ്പോൾ നമ്മളിവിടെ കൊച്ചി എന്ന് കൊടുക്കുക, എന്നിട്ട് സെമിക്കോളം കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ നമുക്ക് കൊച്ചി എന്നുള്ള ഡാറ്റാസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതേപോലെ നമുക്ക് ഏത് കണ്ടീഷനിലുള്ള ഡാറ്റാസ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ വേർ എന്നുള്ള ക്ലോസ് യൂസ് ചെയ്തിട്ട് ഏത് കണ്ടീഷൻ കൊടുത്താലും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡാറ്റാസ് മാത്രമേ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ വേർ അഡ്രസ് ഈക്വൽ ടു കൊച്ചി എന്ന് കൊടുത്തു. ആ കൊച്ചി എന്നുള്ളതിന് ഡാറ്റാസ് മാത്രം വന്നു. അതേപോലെ നമുക്കിപ്പോൾ ഇനി 3 എന്നുള്ള ഐ ഡിയിലെ ഡാറ്റ മാത്രം വേണം. അപ്പോൾ അതിന് നമുക്ക് ഇതേപോലെ വേർ ഈ കണ്ടീഷൻ മാറ്റിയിട്ട് വേർ ഐ ഡി ഈക്വൽ ടു 3 എന്ന് കൊടുക്കുക. അപ്പോൾ ആ 3 എന്നുള്ള ഐ ഡിയിലെ ഡാറ്റ മാത്രം കിട്ടും. അതേപോലെ നമുക്ക് ഈ വേർ ക്ലോസ് ഇങ്ങനെ പല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പല കണ്ടീഷൻസ് നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് വേറൊരു കേസ് ഉണ്ട്. നമ്മൾ ഓർ ആൻഡ് എന്നുള്ള സാധനം ഒന്നെങ്കിൽ ഈ ഒരു കണ്ടീഷൻ, അതല്ലെങ്കിൽ അടുത്തൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ഡാറ്റാസ് മൊത്തം വേണമെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഓർ ആൻഡ് എന്നുള്ള സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതല്ലെങ്കിൽ അപ്പുറത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡാറ്റാസ് മൊത്തം നമുക്ക് റിട്രീവ് ചെയ്യാം. അതുപോലെ ആൻഡ് എന്നുള്ള യൂസ് ചെയ്യാൻ പറ്റും. ഈ വേറിൻ്റെ കൂടെ തന്നെ ആൻഡ് എന്ന് പറയുമ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്ന കേസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം ഐ ഡി ഈക്വൽ ടു 3 എന്നുള്ള വേണം. അതേപോലെ ഓർ ഐ ഡി ഈക്വൽ ടു 5. ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒന്നെങ്കിൽ ഐ ഡി 3 ആയിട്ടുള്ള കിട്ടും, അതല്ലെങ്കിൽ ഐ ഡി 5. അപ്പോൾ നമുക്ക് ഈ 3 എന്നുള്ള ഐ ഡിയിലുള്ള ഡാറ്റാസും കിട്ടും, 5 എന്നുള്ള ഐ ഡിയിലെ ഡാറ്റാസും കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി, നമുക്ക് ഡാറ്റ കിട്ടും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഡാറ്റ പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ കാണാൻ പറ്റും 3ഉം 5ഉള്ള ഡാറ്റാസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ആൻഡും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ഈ 2 കണ്ടീഷനും ട്രൂ ആവണം. അങ്ങനെ ഡാറ്റാസിലേക്ക് റിട്രീവ് ചെയ്യാൻ നമ്മൾ ആൻഡ് എന്നുള്ളൊരു ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ടേബിളിൽ 3 കോളംസാണുള്ളത്. ഐ ഡി, നെയിം, അഡ്രസ്സ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് എനിക്കൊരു കോളം കൂടി ആഡ് ചെയ്യണം. എനിക്ക് ഇതിൻ്റെ അകത്തോട്ട് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു കോളം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു കോളം നമ്മളിപ്പോൾ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് നമുക്ക് ആൾട്ടർ ടേബിൾ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ആൾട്ടർ ടേബിൾ, നമ്മൾ ടേബിൾ നെയിം എന്താണെന്ന് കൊടുക്കുക, ക്ലാസ്.
എന്നിട്ട് അതിൻ്റെ അകത്തോടൊരു പുതിയ കോളം ആഡ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ആഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് ആ കോളം നെയിം കൊടുക്കാം. നമുക്ക് ഏത് കോളം ആഡ് ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു കോളം. നമുക്ക് ജസ്റ്റ് STD എന്ന് കൊടുക്കാം. സ്റ്റാൻഡേർഡിന് പകരം ജസ്റ്റ് STD എന്ന് കൊടുക്കാം. അപ്പോൾ ആൾട്ടർ ടേബിൾ, ആ ടേബിൾ നെയിം എന്താണോ അത് കൊടുക്കുക. ആഡ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ കോളം നെയിം കൊടുക്കുക. അതേപോലെ കോളം നെയിമിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കോളം നെയിമിൻ്റെ കൂടെയും ഒരു ഡാറ്റ ടൈപ്പും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കോളം പുതിയതായിട്ട് ആഡ് ചെയ്യുമ്പോൾ, ടേബിളിലോട്ട് പുതിയൊരു കോളം ആഡ് ചെയ്യുമ്പോൾ ആ കോളത്തിനും നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മളൊരു ഇപ്പോൾ സ്റ്റാൻഡേർഡ്സ് എല്ലാം നമ്മളിപ്പോൾ ഈ നമ്പേഴ്സിലാണ് കൊടുക്കാൻ പോകുന്നത്. 1 2 3 എന്നുള്ളൊരു നമ്പേഴ്സിലാണ് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇൻറ്റിജർ എന്ന് കൊടുക്കാം. സെമിക്കോളം കൊടുക്കുക, ജസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആൾട്ടർ ടേബിൾ എന്ന് കാണാൻ പറ്റും. ആ ടേബിൾ ആൾട്ടർ ആയിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കാം, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം കൊടുത്തിട്ട് ആ ടേബിൾ മൊത്തം ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം ആ കോളം ആഡ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിന് സെലക്ട് സ്റ്റാർ ഫ്രം ക്ലാസ് എന്ന് കൊടുക്കുക, സെമിക്കോളം കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു പുതിയ കോളം ആഡ് ആയിട്ടുണ്ട്. STD എന്ന് പറഞ്ഞൊരു പുതിയ കോളം ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡാറ്റാസ് ഒന്നുമില്ല, ജസ്റ്റ് empty ഒരു കോളം ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കോളത്തിലോട്ട് പുതിയൊരു ഡാറ്റ കൊടുക്കണം. അതിപ്പോൾ ഒരു ക്ലാസ് എന്ന് പറഞ്ഞ ടേബിളാണ്. എല്ലാവരും ഡാറ്റ സെയിം ആയിരിക്കും, എല്ലാവരുടെ ക്ലാസ്സും സെയിം ആയിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ടേബിളിലോട്ട് അല്ലെങ്കിൽ ഒരു ടേബിളിലോട്ട് പുതിയൊരു കോളം ആഡ് ചെയ്തു, ഇനി ആ കോളത്തിലോട്ട് കോമൺ ആയിട്ട് എങ്ങനെ ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് അപ്ഡേറ്റ്, ബാക്കി എല്ലാ കോളത്തിലും ഡാറ്റാസ് ഉണ്ട്, ഈ ഒരു കോളത്തിൽ മാത്രം ഡാറ്റ അല്ലാത്ത. അപ്പോൾ ഒരു റോ എടുക്കുമ്പോൾ ഈ ഒരു സെല്ലെത്തുമ്പോൾ അതിൽ ഡാറ്റ ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു കോളത്തിൽ ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു കോളത്തിലോട്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു ഡാറ്റ കൊടുക്കാം, ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് അപ്ഡേറ്റ് ടേബിൾ നെയിം, അതായത് നമ്മൾ ടേബിൾ നെയിം ക്ലാസ് പറഞ്ഞ ടേബിൾ നെയിമാണ്. എന്നിട്ട് സെറ്റ്, എന്നിട്ട് ഏതാണ് കോളം നെയിം നമുക്ക് പുതിയ ഡാറ്റ ആഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ പുതിയൊരു വാല്യൂ ആഡ് ചെയ്യേണ്ട ഏതിലോട്ടാണോ ആ ഒരു കോളം നെയിം കൊടുക്കുക, STD. എന്നിട്ട് നമ്മൾ ഡാറ്റ എന്താണോ അത് കൊടുക്കുക. STD ഈസ് ഈക്വൽ ടു ഇപ്പോൾ ഒരു 8 എന്ന് കൊടുക്കാം, 8 സ്റ്റാൻഡേർഡ് എന്നുള്ളത് കൊടുക്കാം, സെമിക്കോളം കൊടുക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഈ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അപ്ഡേറ്റ് ടേബിൾ എന്ന് ഒരിക്കലും കൊടുക്കില്ല, ജസ്റ്റ് അപ്ഡേറ്റ് ടേബിൾ നെയിം എന്ന് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ആ ടേബിൾ നമുക്ക് ഒഴിവാക്കാം. അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ്, നമ്മുടെ ഏതാണോ കോളം ആ കോളത്തിൻ്റെ പേര് കൊടുക്കുക, ജസ്റ്റ് ഈക്വൽ ടു ഏതാണോ ഡാറ്റ ആഡ് ചെയ്യുന്നത് ആ ഡാറ്റ കൊടുക്കുക, ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ടേബിൾ അപ്ഡേറ്റർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം ടേബിൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം കൊടുക്കുക, ക്ലാസ്, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാവർക്കും സ്റ്റാൻഡേർഡ് 8 എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നമുക്ക് വേർഡ് ക്ലോസ് യൂസ് ചെയ്യാൻ പറ്റും, ഈ അപ്ഡേറ്റിൽ നമുക്ക് വേർഡ് ക്ലോസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ചിന്മയ് എന്ന് പറഞ്ഞ ഡാറ്റയുടെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഇരിക്കുന്ന 8 നമുക്കത് 2ാം ക്ലാസ്സിലായിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ സെയിം അപ്ഡേറ്റിൽ തന്നെ വേർ എന്നുള്ള ക്ലോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെലക്ട്, നമ്മൾ നേരത്തെ എഴുതിയ ക്ലോസ് വേർ ക്ലാസ് നെയിം സെറ്റ് സ്റ്റാൻഡേർഡ് ഈക്വൽ ടു 8 വേർ, നമുക്ക് എവിടെയാണ് മാറ്റേണ്ടത്? വേർ ID ഈക്വൽ ടു 3, ചിന്മയുടെ ID എത്രയാണ്? 3. ഒന്ന് നമുക്ക് ID വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ നെയിം ഈക്വൽ ടു ചിന്മയിൽ നിന്ന് കൊടുക്കാൻ പറ്റും, നമുക്ക് എങ്ങനെയാണെങ്കിലും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ID യൂസ് ചെയ്യുന്നു, വേർ ID ഈക്വൽ ടു 3 എന്ന് കൊടുക്കുകയാണ്, ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക, നമുക്ക് നോക്കാം ചിന്മയുടെ സ്റ്റാൻഡേർഡ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഈ അപ്പാരോ അടിച്ചിട്ട് നമ്മൾ മുമ്പ് അടിച്ച് കോറി എടുക്കുക, സെലക്ട് സ്റ്റാർ ഫ്രം ക്ലാസ്, നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ഈ സ്റ്റാൻഡേർഡ് എന്നുള്ളത് ചേഞ്ച് ചെയ്യാൻ വിട്ടുപോയി, നമുക്കതൊന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ 8 തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് ഈ 8 മാറ്റിയിട്ട് നമുക്കൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ടാക്കാം. വേർ ID ഈക്വൽ ടു 3 നമുക്ക് എൻ്റർ ചെയ്യാം. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്, നമുക്ക് ആ ടേബിളിൽ നിന്ന് പ്രിൻറ്റ് ചെയ്ത് വെച്ചോക്കാം. ഇവിടെ മാറിയിട്ടുണ്ട്. ഈ 3 എന്ന് പറഞ്ഞ ചിന്മ എന്ന് പറഞ്ഞ IDയിലോട്ട് 2 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് 8 അപ്ഡേറ്റ് ആയിട്ട് 2 ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് അപ്ഡേറ്റ് ക്ലോസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ടേബിൾ നമുക്ക് അതേപോലെ വേണം, പക്ഷേ ഈ ടേബിൾ മൊത്തം ക്ലിയർ ചെയ്യണമെന്ന് വിചാരിക്കുക. ടേബിൾ അത് ആ ടേബിൾ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇപ്പോൾ 4 റോ ID നെയിം അഡ്രസ്സ് സ്റ്റാൻഡേർഡ്, ഈ ഒരു സ്ട്രക്ചർ നമുക്ക് അതേപോലെ വേണം, പക്ഷേ ആ ടേബിളിൻ്റെ അകത്തുള്ള ഡാറ്റാസ് മൊത്തം ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അതിനൊരു കോറി ഉണ്ട്, ട്രങ്കേറ്റ് ടേബിൾ നെയിം.
ഓക്കെ, ഈ ട്രങ്കേറ്റ് ടേബിൾ, ടേബിൾ നെയിം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ, അതായത് ID, നെയിം, അഡ്രസ്, സ്റ്റാൻഡേർഡ്, ഈ ഒരു സ്ട്രക്ചർ അതേപോലെ ഉണ്ടാവും. പക്ഷെ ആ ടേബിളിൻ്റെ അകത്തുള്ള ഡാറ്റാസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. ട്രങ്കേറ്റ് ടേബിൾ ക്ലാസ് എന്ന് കൊടുക്കും. നമുക്ക് നോക്കാം, ട്രങ്കേറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ടേബിളിൽ നിന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം അതിൽ ഡാറ്റാസ് വല്ലതും ഉണ്ടോ എന്ന്. എല്ലാ ഡാറ്റാസും ക്ലിയർ ആയി, 0 റോസ് എന്ന് കാണിക്കുന്നുണ്ട് ആ ടേബിൾ. പക്ഷേ ആ ടേബിൾ സ്ട്രക്ചർ അവിടെ തന്നെ ഉണ്ട്, ആ ടേബിൾ അവിടെ ഉണ്ട്. ടേബിൾ ഡാറ്റാസ് ഒന്നുമില്ല, ഡാറ്റാസ് മൊത്തം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റയും, അതായത് ഒരു ടേബിളും ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് ഡ്രോപ്പ് എന്നുള്ളൊരു ക്ലോസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആ ടേബിളിൻ്റെ അകത്തുള്ള ഡാറ്റാസ് മൊത്തം ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷേ ആ ടേബിൾ സ്ട്രക്ചർ അവിടെ തന്നെ ഉണ്ട്. ID, നെയിം, അഡ്രസ്, സ്റ്റാൻഡേർഡ്, ആ ടേബിൾ സ്ട്രക്ചർ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ടേബിളോട്ട് പുതിയ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത അതേ ഓപ്പറേഷൻസ് ചെയ്യാം. അതേപോലെ ഈ SQL ഒരുപാട് ക്ലോസസ് ഉണ്ട്, ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് ഈ ടേബിൾ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ടേബിൾ വെച്ച്, ഈ ഡാറ്റാബേസ് വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ക്ലോസസും കുറേ ക്ലോസസ് ഉണ്ട്. നമ്മളിപ്പോൾ വേറ്, ഇപ്പോൾ കുറച്ചാകും 3-4 ക്ലോസ് നമ്മളിതിൽ നോക്കിയുള്ളൂ. വേറ്, ട്രങ്കേറ്റ്, അതുപോലെ ലിസ്റ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിതിൽ നോക്കിയിട്ടുള്ളൂ. ഇങ്ങനെ ഒരുപാട് ക്ലോസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ കാണിക്കാം. നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് PostgreSQL ട്യൂട്ടോറിയൽ എന്നെന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കുക. റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. PostgreSQL ട്യൂട്ടോറിയൽ എന്നൊരു വെബ്സൈറ്റ് കാണും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ സെലക്ട് കമാൻഡ്സ് എങ്ങനെ യൂസ് ചെയ്യുക, കോളം അലൈസിസ്, ഓർഡേർഡ് ബൈ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓർഡേർഡ് ബൈ എന്നുള്ളുണ്ട്. അതുപോലെ വേർ, ലിമിറ്റ്, ഫെച്ച്, ഇങ്ങനെ ഒരുപാട് ക്ലോസസ് നമുക്കിത് SQL യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് റെഫർ ചെയ്യുക. അതിൽ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട് നമുക്ക് SQL ഈ ക്ലോസസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ ഏതെങ്കിലും ഫോളോ ചെയ്തിട്ട് അതിൽ പറഞ്ഞ കുറേ ക്ലോസസ് നമുക്ക് വരുന്നുണ്ട്. എല്ലാ ഡാറ്റാസും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഡാറ്റാബേസിൽ ഇരുന്നുകൊണ്ട് തന്നെ. നമുക്ക് അങ്ങനെയുള്ള എല്ലാ ക്ലോസസും ഒന്ന് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ടേബിളെ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ടേബിൾ ടോട്ടലി, ടേബിൾ ഡാറ്റയും ടേബിളും എല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കൊറി എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ടേബിൾ നെയിം ക്ലാസ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിൾ നമുക്ക് ഡിലീറ്റ് ആയിട്ട് പോകും. സെൻറ്റർ അടിക്കാം, ഡ്രോപ്പ് ടേബിൾ എന്ന് കാണിക്കും. ഇനി നമുക്ക് ആ ടേബിളിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്കിവിടെ എറർ കാണിക്കും, റിലേഷൻ ക്ലാസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ടേബിളില്ല നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ആ ടേബിൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ സ്റ്റുഡൻറ്റ് എന്നുള്ള ഡാറ്റാബേസ് ഇപ്പോഴും ഉണ്ട്. ഇത് നമുക്ക് ഡാറ്റാബേസ് ഡിലീറ്റ് എന്ന് വിചാരിക്കും. ഇപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഡാറ്റാബേസിൻ്റെ ആവശ്യമില്ല, ഞാൻ ഡാറ്റാബേസ് ഡിലീറ്റ് എന്ന് വിചാരിക്കും. അപ്പോൾ അതിന് നമ്മൾ സെയിം സാധനം യൂസ് ചെയ്യുന്ന ഡ്രോപ്പ് എന്നുള്ളത്. ഡ്രോപ്പ് ഡാറ്റാബേസ്, നമ്മുടെ ഡാറ്റാബേസിൻ്റെ നെയിം എന്താണ്? സ്റ്റുഡൻറ്റ് എന്നുള്ള ഡാറ്റാബേസാണ്. എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു എറർ കാണിക്കുന്നുണ്ട്, കനോട്ട് ഡ്രോപ്പ് ദി കറൻ്റ്ലി ഓപ്പൺ ഡാറ്റാബേസ്. കാരണം നമ്മൾ ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റാബേസിലാണ്. ആ ഡാറ്റാബേസിൽ നിന്നിട്ട് ആ ഡാറ്റാബേസിനെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഒരു ഡാറ്റാബേസ് നമ്മളുണ്ടായിരുന്നു, പോസ്റ്റ്ഗ്രേസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മളുള്ള വേറെ ഏതെങ്കിലും ഡാറ്റാബേസ് പോവുക, എന്നിട്ട് നമുക്ക് അപ്പുറത്തെ ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഡാറ്റാബേസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരത്തെ ഡാറ്റാബേസ് ചെയ്യുന്നത് പോലെ /c പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞ ഒരു ഡാറ്റാബേസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇവിടെ കണ്ട നമ്മുടെ ഡാറ്റാബേസ് നെയിം പോസ്റ്റ്ഗ്രസ്. ആ പോസ്റ്റ്ഗ്രസിലോട്ട് നമ്മൾ മാറുക. എന്നിട്ട് നമ്മളിവിടെ നിൽക്കുന്ന ഈ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഡാറ്റാബേസിനെ ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻ്റ് എന്ന് മാറിയിട്ട് പോസ്റ്റ്ഗ്രസ് എന്നുള്ള ഡാറ്റാബേസിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ആ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഡാറ്റാബേസിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രോപ്പ് ഡാറ്റാബേസ്, ആ ഡാറ്റാബേസും ഡിലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ /l കൊടുക്കുക, ആ ഡാറ്റാബേസ് മൊത്തം ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ആ ലിസ്റ്റിൽ ഈ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്യൂപ്പിൾ ഉണ്ട്, പോസ്റ്റ്ഗ്രസ് ഉണ്ട്, ടെംപ്ലേറ്റ്. ആ സ്റ്റുഡൻറ്റ് എന്നുള്ള ഡാറ്റാബേസ് ഡിലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഡാറ്റാബേസിന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറേ ക്ലോസസും കുറേ കാര്യങ്ങളും പോസ്റ്റ്ഗ്രസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഈ പോസ്റ്റ്ഗ്രസ് SQL വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഇനി നമുക്ക് ഈ പ്രൊജക്ട്സും കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഡാറ്റാബേസിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചിട്ട് വരാം. ബേസിക്കായിട്ട് ഇത്തിരി ഒരു ഐഡിയ മനസ്സിലാക്കുക, ബേസിക് ആ CRUD ഓപ്പറേഷൻസ് മനസ്സിലാക്കുക. അതായത്
ഒരു ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ആ ടേബിളോട്ട് എങ്ങനെ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുക, പുതിയൊരു കോളം എങ്ങനെ ആഡ് ചെയ്യുക, അതിലുള്ളൊരു കോളത്തിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യുക, ആ ഡാറ്റാസിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, ആൾട്ടർ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കി അഡ്വാൻസ്ഡ് വരുന്ന കുറേ കോൺസെപ്റ്റ് ഉണ്ട്, അതൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചിട്ട് പോവാം.